ഞാനിന്നിവിടെ ബീട്രൂട്ട് വെച്ച് നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടായിട്ട് ഞാനിവിടെ ഒരു 4 ബീട്രൂട്ട് എടുത്ത് നന്നായി തോല് കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മളിങ്ങനെ ചീകി എടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ബീട്രൂട്ട് തോരൻ വെച്ചിരുന്നപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചീകി എടുക്കുന്നത് ഒരു എളുപ്പമായപ്പോൾ തന്നെയല്ല നമുക്കതിനൊരു വേറെ ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതൊക്കെ ചീകി എടുത്തതിന് ശേഷം നമുക്കൊരു അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം മതി. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സവോളയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം നമുക്ക് ചുവന്നുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഞാനിവിടെ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സവാളയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. അതായത് ബീട്രൂട്ട് തോരന് ആവശ്യമുള്ള ഉപ്പുപൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ചേർന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി എക്സ്ട്രാ വേറെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ചതല്ലാത്ത നമ്മളുടെ കാശ്മീരി മുളക് പൊടി ഒരല്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങ ചെരുകിയത് അല്പം ചേർത്ത് കൊടുക്കണം. തേങ്ങ ആവശ്യമുള്ളവർക്ക് ചേർക്കും. തേങ്ങ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉപ്പേരിക്കൊക്കെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഏത് ഉപ്പേരിയിലായാലും നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലും. പിന്നെ ഇപ്പോൾ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയത് കൊണ്ട് അതൊക്കെ ഒരുപാട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കിട്ടാൻ മാർഗ്ഗത്തിൽ കുറവാണല്ലോ എല്ലാവർക്കും. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് നന്നായി മൊരിയിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് ചീകി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായി പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ബീട്രൂട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഞാനിത് മൂടി വയ്ക്കുന്നില്ല, മൂടാതെയാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂടി വെച്ചും വേവിച്ചെടുക്കാം. ഞാനിതിൽ വെള്ളമൊക്കെ ഒന്ന് വേഗം വറ്റി കിട്ടാനായിട്ട് മൂടി വയ്ക്കാതെയാണ് വേവിക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായി വേവിച്ചെടുക്കരുത്. ഒരു ഹാഫ് വേവാണ് എപ്പോഴും ഉപ്പേരിക്ക് ടേസ്റ്റ് കൂടുക. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ഒരല്പം തീ കുറച്ചിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒന്ന് റെഡി ആയതിന് ശേഷം പിന്നെ നന്നായി തീ കൂട്ടിയിട്ടിട്ട് നമുക്കതൊന്ന് നന്നായി വെള്ളമൊക്കെ ഒന്ന് വരണ്ട് എടുക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചോറൊക്കെ വിളമ്പി നമുക്ക് ആ ബീട്രൂട്ട് തോരനൊക്കെ ഇട്ട് ഒരല്പം അച്ചാറും ചേർത്തിട്ട് നമുക്ക് നന്നായി കുഴച്ച് കഴിക്കാം. നമ്മൾ സാധാരണ പണ്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഉമ്മ വീട്ടിൽ നിന്ന് ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ആ ചോറ്റുപാത്രത്തിൻ്റെ മൂടി തുറക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഉപ്പേരിയും ആ ചോറും കൂടി ചുവന്ന കളറിലായിട്ടാണ് ചോറ്റുപാത്രത്തിൻ്റെ മൂടിയിലേക്ക് നമുക്കിങ്ങനെ കിട്ടുക. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഉപ്പേരിക്ക് മാത്രമുള്ളൊരു വ്യത്യാസമാണത്. ചോറ് നമുക്ക് നല്ല ചുവന്ന കളറായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് നന്നായി കുഴച്ച് എൻ്റെ ഉപ്പേരിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് കുഴച്ച് ഒരല്പം അച്ചാറും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. സ്കൂളിലൊക്കെ പണ്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.